നമസ്കാരം, ഞാൻ സുരേഷ് തരിക. മലയാളം വയലിൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ ക്ലാസ്സിൽ വയലിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വയലിൻ്റെ ഈ ഭാഗത്തെ ടെയിൽ പീസ് എന്ന് പറയുന്നു. ഈ ഭാഗത്തെ ചിൻട്രസ്റ്റ് എന്ന് പറയുന്നു. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ F4S ആകൃതിയിൽ 2 ഹോളുകൾ അപ്പുറത്തും കൂടാതെ 4 സ്ക്രൂവോട് കൂടി ഈ ടെയിൽ പീസിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഫൈൻ അഡ്ജസ്റ്റർ എന്നാണ് പേര്. ഈ ടെയിൽ പീസിൽ നിന്ന് ആരംഭിക്കുന്ന 4 സ്ട്രിങ്ങുകൾ വന്നിട്ട് ഇവിടെ ഒരു വുഡ് പീസ് ഉണ്ട്, അതിൻ്റെ പേര് ബ്രിഡ്ജ് എന്നാണ്. ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ താഴേക്ക് വരുന്നു. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തെ നെക്ക് എന്ന് പറയുന്നു. ഈ നെക്കിലാണ് ഫിംഗർ ബോർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ ബോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ വിരലുകൾ വെച്ച് ഇങ്ങനെ വായിക്കുന്ന ഭാഗത്തെയാണ് ഫിംഗർ ബോർഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സ്ട്രിങ് വന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ 4 പെക്സുകളുണ്ട്. ഈ 4 പെക്സുകളിൽ പിന്നെ ഈ ഭാഗത്തെ നമ്മൾ സ്ക്രോൾ എന്നാണ് പറയുന്നത്. സ്ക്രോള് ഈ സ്ട്രിങ്ങിൻ്റെ ഓരോന്നിൻ്റെയും പേര് ഈസ്റ്റേണിൽ ഒന്നാമത്തെ സ്ട്രിങ് നമ്മൾ വലത് ഭാഗത്തു നിന്നാണ് കൗണ്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ഏറ്റവും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ സ്ട്രിങ്ങിനെ ബി എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്ട്രിങ് ഇ ആണ്. ഈ 2 സ്ട്രിങ്ങുകളുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ 2 സ്ട്രിങ്ങുകൾ. അതായത് മൂന്നാമത്തെ സ്ട്രിങ് ബിയും 4ാമത്തെ സ്ട്രിങ് ഇയും ഈസ്റ്റേണിൽ. പക്ഷേ വെസ്റ്റേണിൽ ഈസ്റ്റേണിൽ നമ്മൾ ഈ മേജർ സ്കെയിലാണ് ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ മായാമാളവ ഗൗളരാഗം പരിചയപ്പെടുന്നത്. എന്നാൽ വെസ്റ്റേണിൽ ഈ സ്ട്രിങ്സിൻ്റെയൊക്കെ പേര് വേറെയാണ്. ഇതെല്ലാം ഒന്നാമത്തെ സ്ട്രിങ്ങിനെ അവർ ഇ എന്ന് പറയുന്നു, രണ്ടാമത്തെ സ്ട്രിങ്ങിനെ എ എന്ന് പറയുന്നു, മൂന്നാമത്തെ സ്ട്രിങ്ങിനെ ഡി എന്ന് പറയുന്നു, 4ാമത്തെ സ്ട്രിങ്ങിനെ ജി എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. നമസ്കാരം.